ചില പ്രണയങ്ങൾ വിജയത്തിലെത്തണമെന്നില്ല. എന്നാൽ ചില പ്രണയങ്ങളോ പെട്ടെന്ന് തന്നെ വിജയത്തിലെത്തും. എന്നാൽ ചില ആളുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഒന്നാമത്തതിലോ രണ്ടാമത്തതിലോ മൂന്നാമത്തതിലോ വിജയിക്കണമെന്നില്ല. ഒരുപക്ഷെ ഇനി ഇതൊന്നും വേണ്ട എന്ന കാര്യം ജീവിക്കുന്ന സമയത്തായിരിക്കും ചിലർക്ക് അവരുടെ ജീവിതത്തിൽ നല്ലൊരു പ്രണയം വന്നു ചേരുക. ഓരോരുത്തർക്കും പല തരത്തിലാണ്. ചിലർക്ക് അത് വൺ സൈഡ് ലവ് ആയിട്ട് പോകാം, ചിലർക്ക് പ്രണയമൊന്നും ഉണ്ടാവാതെ വരാം. അങ്ങനെ പലരുടെയും ജീവിതത്തിൽ പല രീതിയിൽ ഈ ഒരു പ്രതിഭാസം നടക്കുന്നു. ഇത്തരം കൊച്ചു കൊച്ചു പ്രണയങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു മനോഹര അണ്ടർ റേറ്റഡ് മലയാള സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അണ്ടർ റേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അണ്ടർ റേറ്റഡ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പറഞ്ഞു വരുന്നത് 2024 പുറത്തിറങ്ങിയ കഥ ഇന്ന് വരെ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് തന്നെയാണ്. ചിത്രത്തിന് തിയേറ്ററിൽ പ്രതീക്ഷിച്ചത്ര വിജയം കിട്ടിയോ എന്നത് സംശയമാണ്. എന്നാൽ OTT-യിലേക്ക് വന്നപ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ ഈ സിനിമ കണ്ടു കാണും. കാരണം ചിത്രം യൂട്യൂബിൽ ലഭ്യമാണ്. അവിടെ തന്നെ നല്ലൊരു കാഴ്ചക്കാർ സിനിമ കണ്ടു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം പല ആളുകളോടും ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് പോലും അറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഈ ഒരു സിനിമയെ കുറിച്ച് അറിയാൻ കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊരു ചിത്രം മിസ്സായിട്ടുണ്ടെങ്കിൽ അവരിലേക്കാണ് ഈ ഒരു ചിത്രം സജസ്റ്റ് ചെയ്യുന്നത്. ചിത്രത്തിൽ ബിജു മേനോനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ചിത്രത്തിൽ പറഞ്ഞു പോകുന്ന പ്രണയകഥകൾ ഒന്നല്ല, ഒന്നിനു മേലെയാണ്. അത് ഓരോന്നും മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ പറയുക, പ്രണയമൊക്കെ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങൾ തൊട്ട് തന്നെ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു പ്രണയവും, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രണയവും, അതിനുശേഷം മറ്റൊരു പ്രണയം, അങ്ങനെ 2-3 പ്രണയകഥകൾ കോർത്തിണക്കിയ ഒരു ചിത്രമാണ് കഥ ഇന്ന് വരെ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ വെറും പ്രണയകഥകൾ മാത്രം പറഞ്ഞു പോകാതെ സംവിധായകൻ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലെയും പ്രണയം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കാലഘട്ടങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ കാണിച്ചു തരുന്ന മറ്റു പല കാര്യങ്ങളും ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ആസ്വാദനത്തെ അത് ബാധിക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് കഥയിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും പൊതുവെ പറയുന്നത് പോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. കാരണം ആ ഒരു ഫീല് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇതൊരു അണ്ടർ റേറ്റഡ് സിനിമയായിട്ട് തോന്നുന്നില്ലായിരിക്കാം. എങ്കിലും ഒരു അണ്ടർ റേറ്റഡ് സിനിമയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചിത്രത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത്രയേറെയാണ്. പ്രണയം എന്നതിനപ്പുറം പറഞ്ഞു പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതം പോകേണ്ടിയിരുന്നത്. നമ്മളുണ്ടാക്കുന്ന ചെറിയ തെറ്റുകൾ നമ്മൾക്ക് എത്രമാത്രം വലിയ പ്രത്യാഘാതങ്ങൾ കൊണ്ടുതരുമെന്നതും സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. വെറുതെ കുറച്ച് പ്രണയകഥകൾ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറം ചിത്രം നമ്മൾക്ക് നൽകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി ചിത്രത്തെ കാണുകയാണെങ്കിൽ നല്ലൊരു സിനിമ അനുഭവം ഈ ഒരു സിനിമ നിങ്ങൾക്ക് തരുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.